നല്ല ചൂട് ദോശയും അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസവടയും പിന്നെ ഈ രസവടയിൽ ഇടുന്ന രസവും പിന്നെ രസവടയിൽ ഇടുന്ന പരിപ്പ് വടയും എല്ലാം നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണേ. അപ്പോൾ താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോവാം. അപ്പോൾ ദേ 250 ml കപ്പിൻ്റെ ഒരു കപ്പ് വടപ്പരിപ്പാണ് കേട്ടോ എടുത്തേക്കുന്നത്. സാമ്പാർ പരിപ്പൊന്നുമല്ല, തോരപ്പരിപ്പൊന്നുമല്ല, വടപ്പരിപ്പ് തന്നെ വേണേ. അത് ഒരു 4-5 തവണ കഴുകിയതിന് ശേഷം നമുക്കതങ്ങ് മൂടി വെച്ചേക്കാം. ഏകദേശം ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പം വടപ്പരിപ്പ് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഒരു കൈപ്പിടിയോളം നമുക്കതൊരു വേറൊരു കിണ്ണത്തിലേക്ക് മാറ്റി വയ്ക്കാം. അത് നമുക്ക് പരിപ്പോടെ ഉണ്ടാക്കുമ്പം വെറുതെ ഇടാനാണ്. കാരണം ഇങ്ങനെയുള്ള വട ഉണ്ടാക്കുമ്പം ഇതേപോലെ പരിപ്പിടുമ്പം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പം നല്ല ക്രിസ്പിനെസ് കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഒരു പൊടിയും വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുക്കണേ. ഏകദേശം ഇതുപോലൊരു പരുവത്തിൽ അരഞ്ഞ് കിട്ടണം. ഭയങ്കര സ്മൂത്തായിട്ട് അരയേണ്ട, ചെറിയ ചെറിയ തരികളൊക്കെ അവിടെ കൂടെ കിടന്നാലും കുഴപ്പമില്ല. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ പരിപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കുഞ്ഞ് സവോളയും ഒരു 15 ചുവന്നുള്ളിയും ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി വിതറി കൊടുക്കാം. അപ്പം ഞാനാണെങ്കിൽ കറിവേപ്പില ഇങ്ങനെ തന്നെയാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിടാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ചതച്ച മുളകും ഇട്ട് കൊടുക്കാമേ. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3-4 അല്ലി മതി. പിന്നെ ഒരു ടീസ്പൂണോളം പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കായപ്പൊടി, കുറച്ച് മതി കേട്ടോ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉള്ളിയും സവോളയൊക്കെ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിലേക്ക് ഞാൻ 1/2 ഇഞ്ച് നീളത്തിലുള്ളൊരു ഇഞ്ചിയും കൂടി കൊത്തി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കൈ കൊണ്ട് നന്നായിട്ടിങ്ങനെ എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കണം. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. നന്നായിട്ട് കുഴച്ച് പരുവപ്പെടുത്തി എടുത്ത് വെക്കുമ്പോഴത്തേക്കും നമുക്ക് വട ഉണ്ടാക്കാമേ. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ തട്ടുകടയിലൊക്കെ സ്പെഷ്യൽ ഐറ്റമല്ലേ ഇതുപോലത്തെ നന്നായിട്ട് മൊരിഞ്ഞ നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പോട. ആ പരിപ്പോട വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ രസവടയൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ തിരുവനന്തപുരംകാരുടെ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ രസവട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു സ്പെഷ്യൽ ഐറ്റമായിരുന്നു കാരാവട. അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമ്മൾ കൈകൊണ്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ മറ്റേ കൈയുടെ വെള്ളയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കണം. ഇത് അമർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൈ നന്നായിട്ട് പ്രസ് ചെയ്യുന്നത് ആ ചുറ്റുപാടും കുറച്ച് കനം കുറച്ച് കിട്ടത്തക്ക രീതിയിലാണ്. അങ്ങനെ നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ട് ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്തരം മലയാള തനിമയുള്ള റെസിപ്പീസൊക്കെ ഉണ്ടാക്കുമ്പം ഏറ്റവും ബെസ്റ്റ് വെളിച്ചെണ്ണയാണ് കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ വില ഞാൻ പറയാതെ തന്നെ നമുക്ക് ഊഹിക്കാമെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ എണ്ണ ചൂടായെന്നറിയാൻ ഞാനൊരു ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബോൾ എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് പരത്തിയതിന് ശേഷം തിളച്ച എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ഇടുമ്പോഴത്തേക്കും ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെച്ചേക്കണേ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഒരു വശം ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് പതുക്കെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാമേ. പിന്നെ നമ്മൾ മീഡിയത്തിലും ലോയിലും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഈ പരിപ്പ് വട നന്നായിട്ട് മൊരിച്ചെടുക്കണം. ഇത് മൊരിയണമെന്ന് മാത്രമല്ല, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് ആ മാവൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയും വേണേ. അപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അങ്ങനത്തെ നമ്മുടെ ആദ്യത്തെ ബാച്ച് പരിപ്പോടെയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പോടെയൊക്കെ നമ്മൾ കോരി എടുത്തിട്ടുണ്ട്. എണ്ണ വാർന്നു പോകാൻ വേണ്ടി കുറച്ച് സമയം ചരിച്ച് പിടിക്കാം. എന്നിട്ട് പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കാമേ. അങ്ങനത്തെ അടുത്തതും നമ്മൾ റെഡിയാക്കി എടുത്തു. അങ്ങനത്തെ നമ്മുടെ ക്രിസ്പി പരിപ്പ് വട മൊരാന്നുള്ള പരിപ്പ് വട റെഡിയായിട്ടുണ്ട്. പിന്നെ ചായയോ കട്ടനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റാണ്. ഇനി നമുക്ക് രസം ഉണ്ടാക്കാമേ. അപ്പം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് 1 ടീസ്പൂണോളം കുരുമുളകും 1 ടീസ്പൂണോളം ജീരകവും പിന്നെ 1 ടീസ്പൂണോളം നമ്മുടെ തോരപ്പരിപ്പുണ്ടല്ലോ സാമ്പാർ പരിപ്പ് അത് ഇത്തിരി ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുക്കണേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 10-15 അല്ലി ചുവന്നുള്ളിയും പിന്നെ ഒരു തുടം വെളുത്തുള്ളിയും പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ കുറച്ച് മല്ലിപ്പൊടി വെറുതെ ഒന്ന് ഒരു മണം കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. 1/4 ടീസ്പൂണും 1/2 ടീസ്പൂണൊക്കെ മതി മല്ലിപ്പൊടിയും. അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടിയും വേണേ. അങ്ങനത്തെ നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ അരച്ച് എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറ് ഫോണിനകത്ത് നിന്ന് കുറച്ച് ഉള്ളിലോട്ടായി പോയിട്ടോ, അതാ ആദ്യം കാണാൻ പറ്റാത്തത്. ഇനി നമുക്ക് രസം ഉണ്ടാക്കാനുള്ളൊരു പാത്രം എടുക്കാം. അതിലേക്ക് നമുക്ക് വെള്ളം ആവശ്യത്തിന് എത്ര വേണമെന്ന് വെച്ചാൽ എടുത്തിട്ട് അതിൽ നമ്മൾ ഈ അരച്ച് വെച്ച കൂട്ടുണ്ടല്ലോ അതും മിക്സിയുടെ ജാർ കഴുകിയ വെള്ളവും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പരിപ്പുവട, അതായത് ഈ രസവടയുടെ രസത്തിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഒട്ടും തന്നെ പുളി ചേർക്കത്തില്ല. തക്കാളിയുടെ ഒരു പുളി ഉണ്ടല്ലോ അതേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കട്ടക്കായം ഉണ്ടെങ്കിൽ അത് മൂപ്പിച്ച് പൊടിച്ച് ചേർത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ പൊടിക്കായം ഉണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി കൈയെടുക്കാതെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് ഒരു കുഞ്ഞ് തക്കാളിയും കൂടി മുറിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ എന്തായാലും ഈ ചൂടിനകത്ത് കിടന്ന് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അങ്ങനെ ഏകദേശം തിള വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് സിമ്മാക്കി വെക്കണേ. ഇനി ഇതിലേക്ക് വേണം നമ്മൾ കുറച്ച് പരിപ്പുവട മാറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം നമ്മൾ വറുത്തെടുത്ത പരിപ്പുവടയ്ക്കകത്തുനിന്ന് ചായ കുടിക്കാൻ നേരത്ത് ഓരോന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാൻ പരിപ്പുവട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് രാത്രിയിലത്തേക്ക് നമുക്ക് ദോശയ്ക്ക് കഴിക്കാൻ കേട്ടോ. അപ്പം ഇഡ്ഡലിയുടെയും ദോശയുടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ നല്ല അടിപൊളിയാണ് ഈ പരിപ്പ് വട, അതായത് ഈ രസവട എന്നൊക്കെ പറയുന്നൊരു സംഭവം. ഇത് ഒരു കുറേ സമയം ഈ രസത്തിൽ കിടക്കുമ്പോൾ തന്നെ നന്നായിട്ട് വീർത്ത് വന്നോളും. അങ്ങനത്തെ നമ്മുടെ കിടിലൻ രസവട ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കുവാണ്. നമ്മുടെ വീഡിയോയും ഏകദേശം വൈൻഡപ്പ് ചെയ്യാറായിട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്കിത് നന്നായിട്ട് തിളച്ചൊക്കെ വരുമ്പോഴത്തേക്കും പതിയെ ഇങ്ങനെ ഒന്ന് ഞാനിതൊന്ന് കാണിച്ചു തരാം. നന്നായിട്ട് രസം കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വടയൊക്കെ ഉണ്ടല്ലോ ഒരു ഡബിളായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇട്ടതിനേക്കാളും. ഇനി അതങ്ങ് മാറ്റി വെച്ചേക്കാം. നമുക്കൊന്ന് താളിച്ചിടാനുണ്ട്. താളിക്കാനായിട്ട് ഒരു കുഞ്ഞ് കൈച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും 1, 2, 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാമേ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് പൊട്ടി വരുമ്പം നമുക്ക് ആ രസത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളെപ്പോഴും ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ, ഈ രസത്തിനകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് കോരി നമ്മൾ ഈ ചട്ടിക്കകത്ത് ഒഴിച്ച് തിരിച്ചൊഴിക്കുന്നൊരു പരിപാടി, അതും കൂടെ നമ്മൾ ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതേ നമ്മുടെ കുറുകിയ രസവും രസവടയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ലാസ്റ്റ് കുറേയേറെ മല്ലിയില ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് തൂവി കൊടുക്കണം കേട്ടോ. ആ മല്ലിയിലയുടെ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോഴാണ് ഈ രസവടയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നല്ല ചൂടായിട്ടുള്ള ഇഡ്ഡലിയുടെ ദോശയുടെ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാം. ഇന്നിപ്പം നമ്മളിത് ദോശയുടെ കൂടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.